ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തിൻ്റെ വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഇന്നത്തെ റെസിപ്പി ഇതാ കണ്ടില്ലേ, നമ്മുടെ ബാലുഷാഹിയാണ്. ബാദുഷ എന്ന് പറയും. കാണാൻ തന്നെ നല്ലൊരു മുഞ്ചില്ലേ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ വിചാരിക്കുന്നു. സാധാരണ നമ്മൾ ബേക്കറിയിലൊക്കെ പോയാൽ കാണാറുണ്ട് ബാലുഷാഹി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നമ്മുടെ സീറിലൊക്കെ. ഇപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ ഈസിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറയുമ്പോൾ തന്നെ. അപ്പോൾ ഇതാ നമ്മുടെ ബാലുഷാഹി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത്. അപ്പോൾ മൈദയൊക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല, അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പിഞ്ച് ചേർക്കുന്നുണ്ടെന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നെയ്യാണ്. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നെയ്യ്. അതിൻ്റെ ആണെന്നൊരു പ്രത്യേക ഒരു മണവും ടേസ്റ്റൊക്കെ വരിക. നെയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോഴും അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കും പോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിനി വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ സാധാരണ പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ പാലിന് പകരമായിട്ട് തൈരും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ പൊടികളൊക്കെ തട്ടിയെടുത്ത് നല്ല ഉണ്ടയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കൈവച്ച് സോഫ്റ്റ് ചെയ്തിട്ട് ചെറിയ ഉണ്ടയാക്കിയിട്ട് എടുക്കണം. ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യും പോലെ. പിന്നെ ജസ്റ്റ് നമുക്ക് ഷേപ്പാക്കി എടുക്കാം, നമ്മൾ പൂരിക്കൊക്കെ ചെയ്യും പോലെ. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയിൽ മാവൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നടുവിലൊന്ന് ബാലുഷാഹീൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് വെച്ചിട്ട് എനിക്കിത് ഏകദേശം ഈ ഒരു സൈസിൽ 9 ബോളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ നന്നായി ചൂടായിട്ട്, കാരണം ഇതിൻ്റെ പുറത്ത് പെട്ടെന്ന് കളർ മാറിയിട്ട് ഉള്ളിൽ വേവാണ്ട് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ എണ്ണയിലിട്ട് കഴിഞ്ഞാലും ഇതൊന്നുകൂടി വീർത്ത് വരും. അപ്പോൾ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഇതിവിടെ റെഡിയാകുന്ന അതേ സമയം തന്നെ ഞാനിവിടെ വേറൊരു പാത്രത്തിൽ ഷുഗർ സിറപ്പ് റെഡിയാക്കിയത്. 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിന് കണക്കായിട്ടുള്ള വെള്ളവും ചേർത്ത് അപ്പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് കോരുമ്പോഴേക്കും അത് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു നിറത്തിൽ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോഴേക്കും ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കുമ്പോൾ നമുക്കിതാ 2 ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിതൊന്നും ചതക്കാത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഫ്ലേവർ മാത്രം മതി നമുക്ക്. പിന്നെ ഒരുപാടൊന്നും സ്റ്റിക്കി ആവണ്ട. നമ്മൾ ഒറ്റ നൂൽ പരുവെന്നൊക്കെ പറയാറില്ലേ, കൈ കൊണ്ടൊന്ന് തൊടുമ്പോൾ ഒരു നൂല് പോലെ ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ഇതിലൊരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പ് കട്ടിയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒറ്റ നൂൽ പരുവം ആക്കിയിട്ട് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് കട്ടിയാവും. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നത്. ഇനി ഷുഗർ സിറപ്പ് നമുക്കിതാ ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കണം, എന്നാലേ ഇതിൽ നന്നായി പിടിക്കുള്ളൂ. കണ്ടില്ലേ, നല്ല ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഈ ഷുഗർ സിറപ്പ് തന്നെ മുക്കി വെക്കണം. ഇങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബാലുഷാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് ബദാം പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ ബേക്കറിലൊക്കെ ആണെങ്കിൽ ബദാം പൊടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിസ്തൻ്റെ ചെറിയ പീസൊക്കെ വെച്ച് കാണാറുണ്ട്. അപ്പോൾ ഞാൻ കൈവച്ച് പ്രസ് ചെയ്തൊരു കുഴി ഉണ്ടാക്കിയതൊക്കെ പോയിട്ടുണ്ട്, കാരണം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൈവച്ച് നന്നായി ഒരു ഹോള് പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കുക, നമ്മൾ ഉഴുന്നുവടക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോഴേ ഒരു ചെറുതായിട്ടൊരു ഹോളെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ എന്നാലും സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാലുഷാഹിയെ പുറത്ത് മാത്രം കഴിക്കുന്നതാണ് നമ്മൾ സാധാരണ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇടയ്ക്ക് വീട്ടിലെല്ലാം ഒന്ന് ട്രൈ ചെയ്യാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറക്കാണ്ട് ഈ വീഡിയോൻ്റെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.